ഡെലിഷ്യസ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് കുട്ടികൾക്ക് പോലും വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള ഈ പൊട്ടറ്റോ സാൻഡ്വിച്ച് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 2 മീഡിയം വലിപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങാണ് എടുത്തത്. ഇത് വേവിച്ചെടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുകയാണ്. ഇത് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നിറയെ സവാള ചേർക്കുന്നുണ്ട്. വളരെ ചെറുതായിട്ടാണ് ഇത് കട്ട് ചെയ്തിരിക്കുന്നത്. ഒരു പച്ചമുളക് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. 1/2 ടീസ്പൂൺ ചാട്ട് മസാലയാണ് ഇപ്പോൾ ചേർക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. 1 ടീസ്പൂൺ നാരങ്ങ നീരാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയില കൂടി ചേർക്കാനുണ്ട്. 2 ടേബിൾ സ്പൂൺ നിറയെ മല്ലിയില ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൽ ചാട്ട് മസാലയും നാരങ്ങ നീരും ഒന്നും ചേർക്കാനായിട്ട് വിട്ടുപോകരുത്. ചാട്ട് മസാലയൊക്കെ ചേർക്കുമ്പോഴാണ് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നത്. ആദ്യത്തെ ബ്രെഡ് സ്ലൈസ് എടുത്തിട്ട് വളരെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഈ സ്പൂണിലെടുത്ത മുഴുവനും ടൊമാറ്റോ കെച്ചപ്പ് ഞാനിതിൽ ചേർക്കുന്നില്ല. വളരെ കുറച്ച് മാത്രമാണ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊരു 4 ബ്രെഡ് സ്ലൈസിനുള്ള പൊട്ടറ്റോ മിക്സാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ മിക്സാണ് വെച്ച് കൊടുക്കാനുള്ളത്. ഈ പൊട്ടറ്റോ മിക്സ് വെച്ച ശേഷം നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല രുചികരമായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണിത്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാവുന്നതാണ്. കുട്ടികൾക്ക് പോലും ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ടിഫിൻ ബോക്സിലൊക്കെ ഇത് കൊടുത്തു വിടാവുന്നതാണ് കുട്ടികൾക്ക്. രണ്ടാമത്തെ ബ്രെഡ് സ്ലൈസിലും ഇതുപോലെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്കിതിന് മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. അങ്ങനെ ആദ്യത്തെ റെഡി ആയിട്ടുണ്ട്. രണ്ടാമത്തെ ബ്രെഡ് സ്ലൈസിൽ വീണ്ടും ഒന്ന് ടൊമാറ്റോ കെച്ചപ്പ് വെച്ചിട്ട് കുറച്ച് പൊട്ടറ്റോ മിക്സ് വെക്കുകയാണ്. അടുത്ത ബ്രെഡ് സ്ലൈസ് വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്യാം. ഞാനിത് രണ്ടും ഒരുമിച്ചാണ് പാനിൽ തയ്യാറാക്കി എടുക്കുന്നത്. ഇപ്പോൾ ഒരു പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് വെച്ച് കൊടുക്കാം. ഇത് 2 വശവും നല്ലതുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കണം. ഇപ്പോൾ അടിവശം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കഴിയുമ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അതിന് മുമ്പായിട്ട് ഒരല്പം ബട്ടർ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള പൊട്ടറ്റോ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് പല സാൻഡ്വിച്ച് റെസിപ്പികൾ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവക്കാഡോ സാൻഡ്വിച്ചിൻ്റെയും ബോംബെ സാൻഡ്വിച്ചിൻ്റെയും ചിക്കൻ സാൻഡ്വിച്ചിൻ്റെയൊക്കെ റെസിപ്പികളുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കൂടി തരാനായിട്ട് മറക്കരുത്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്നും എടുത്തു മാറ്റാം. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഒരു വശം ഞാൻ നന്നായിട്ടൊന്ന് മൊരിച്ചെടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പൊട്ടറ്റോ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ റെസിപ്പി ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്